ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലുള്ള ഖാദി എക്സിബിഷനിലാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഖാദി എക്സിബിഷനിലെ ഫസ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ബ്യൂട്ടി ഐറ്റംസ് ആയാലും, അതല്ല വുഡ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ആയാലും, ഖാദി ഹാൻഡ്ലൂം കോട്ടൺ ഐറ്റംസ് ആയാലും, എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ബീട്രൂട്ട് പൗഡർ, റോസ്മേരി പൗഡർ, തേൻ നെല്ലിക്ക, നറുനീണ്ടി സർബത്ത്, നെല്ലിക്ക ജ്യൂസ്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിലോട്ട് വന്നു കഴിഞ്ഞാൽ തെനാപ്പുട്ട്, കുതിരവാലി ദോശ, അതുപോലെ തന്നെ മുതിരപ്പുട്ട്, കമ്പുപുട്ട്, അങ്ങനെ ഒട്ടുമിക്ക വെറൈറ്റി പുട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ എക്സിബിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സിബിഷനിലേക്കുള്ള പ്രവേശനം തികച്ചും ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പൈസ കൊടുത്ത് ഉള്ളിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിൽ പൈസ പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഫ്രീ ആയിട്ട് നമുക്ക് വന്നിട്ട് എക്സിബിഷൻ കണ്ടിട്ട് പോകാം. വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. ഈ കാണുന്ന വാൽക്കണ്ണാടി ഉണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ, തികച്ചും ഒറിജിനലാണ്. 4000 രൂപ മുതൽ 5000 രൂപ വരെയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. എനിക്കിത് കണ്ടപ്പോൾ നടി മഞ്ജു ചേച്ചിനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇത് സ്ഫടികം, ടൈഗർ ഐ, ബ്ലൂട്ട് സ്റ്റോൺ എല്ലാം കൂടെ ചേരുന്ന നല്ല റേറ്റ് വരും. ഇപ്പൊ ആള് പറഞ്ഞു തന്നത് നവരത്നമാലയിലെ സ്റ്റോണുകളുടെ പേരുകളാണ് കേട്ടോ. ഇനി വജ്രം കൂടി വരുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും എന്നാണ് ആള് പറയുന്നത്. ഏകദേശം ഇപ്പൊ തന്നെ ആ മാലയ്ക്ക് ഒരു 3200 ആ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ അപ്പുറത്തെ സ്റ്റോളിലോട്ട് വന്നു. ഇവിടെ സ്ക്രബ്ബറുകൾ, ഫേസ് വാഷുകളൊക്കെയാണ് കേട്ടോ കൂടുതലും വരുന്നത്. ചന്ദനത്തിരികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഓവർ റേറ്റുകളൊന്നുമില്ല കേട്ടോ. നോർമലായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആ റേറ്റുകൾ തന്നെയാണ് ഇതിനും വരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കി സ്റ്റോളുകളുടെ കാഴ്ചകളും കൂടിയിട്ട് വേഗം കണ്ടിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് സാരികളുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ടസർ സിൽക്സ്, കോട്ടൺ സിൽക്സ്, ഹാൻഡ്ലൂം കോട്ടൺ സിൽക്ക് സാരികൾ, അങ്ങനത്തെ ഒട്ടുമിക്ക കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ടസർ സിൽക്സിൽ പെടുന്നതാണ് കേട്ടോ. റേറ്റ് നമുക്ക് വിചാരിക്കും സാരിക്കൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ ചോദിച്ചു വന്നപ്പോൾ സാരിക്ക് നമ്മൾ പറയുന്ന അത്രയും റേറ്റുകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന സാരിയൊക്കെ 1200 മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. കുറേ കളക്ഷൻസ് നമുക്ക് കാണുമ്പോൾ അത്ര നല്ലതായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ ഉതിപ്പ് തോന്നില്ലെങ്കിലും അത് നമ്മൾ ചുറ്റി വരുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും അതിനുണ്ട് കേട്ടോ. അടിപൊളി കളക്ഷൻസ് സാരികളിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അവിടെ പ്യുവർ കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറുകൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ചക്കിലാട്ടിയ എണ്ണകൾ, ജ്യൂസുകൾ, പാഷൻ ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ടൈപ്പുകൾ ഉണ്ട്. യൂണിഫ്ലോറൽ ഹണിയാണ് ഒരു പൂവിൽ നിന്ന് ഫാമിലി 1 കിലോമീറ്റർ റേഡിയസ് ആണ് ഇതിന്റെ പറയുന്നത്. ആ പൂവിന് മാത്രം നമുക്ക് തേൻ കിട്ടും. ഗുണമെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കണം. ബ്ലഡ് മൂവ്മെന്റ് വളരെ മോശം, ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും. അതിന് നല്ലതാണ്. അതുപോലെ തുളസി പൂക്കളുടെ തേനുണ്ട്. തുളസി അതുപോലെ തന്നെ വൻ തുളസിയാണ്. അതിന് ഫാമിലി സെന്റിമീറ്റർ വെക്കും. തുളസിക്ക് തേനൊക്കെ ഉണ്ടാവോ? വൻതുളസി നമ്മുടെ നാട്ടുതുളസിയിൽ തന്നെ വൻതുളസിയിൽ നല്ലോണം തേനുണ്ട്. ഇത് നമുക്ക് തുമ്മല്, അലർജി, ഭയങ്കര തുമ്മല്, അലർജി, അതിന് വളരെ നല്ലത്. പിന്നെ നമുക്ക് ഫേഷ്യലായിട്ട് ഇടാനും എല്ലാം വളരെ നല്ലതാണ്.
കൊള്ളാട്ടാ കൊള്ളാട്ടാ. ഇതൊക്കെ നമുക്ക് 750 വരുന്നത് കേട്ടോ. ഖാദിയുടെ ഒക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അയ്യോ ശങ്കരൻ തമ്പി എല്ലാരും നോക്കുന്നാണൊക്കെ. ആശുപത്രി പോകുമ്പോഴായി ഒത്തിരി ഓർക്കാനും പറയോ കേക്കട്ടെ. കിച്ചണിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴേ ജോലി ചെയ്യുമ്പോ തിളച്ചേട്ടിലെ വെള്ളമൊക്കെ വീഴുമ്പോഴേ രക്ഷിതാക്കളെ കയ്യിലിട്ട് തേക്ക് കൊടുത്താൽ ആ പൊള്ളയ്ക്ക് കവറിട്ടാണ്. ഈ ബാമല്ലേ നല്ല ബാമാണ്, ഒറിജിനൽ ബാമാണ്. അത് വൃത്തിയാക്കാൻ മൂക്കിൽ വേണ്ട മാവിന്റെ ഇല പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. അത് വാങ്ങാം. നെയ്ത്താണല്ലേ ചേച്ചി? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മള് സിനിമയില് സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ലൈഫില് ഫസ്റ്റ് ടൈമാണ് ഞാൻ നെയ്ത്ത് ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഇങ്ങനെ നെയ്ത്ത് എടുക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും ഇപ്പൊ നേരിട്ട് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവരിത് ചെയ്യുന്നത് കാണാൻ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ആക്കിയാൽ മതിയല്ലോ എന്ന്. അതുപോലെ തന്നെ കൈയും കാലും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ നെയ്യണത്. എനിക്ക് പിന്നീടാണ് അത് മനസ്സിലായത്. കാലുകൊണ്ടും അവര് ചവിട്ടുന്നുണ്ട്, അതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്, പക്ഷെ ചെയ്യാൻ ഇത്തിരി പണിയുണ്ട്. നൂലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് ആ വലിക്കുന്നതോട് കൂടിയിട്ട് നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതവിടെ നെയ്ത് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് അടുത്ത് പോയിട്ട് തന്നെ നോക്കി നോക്കാം. ലാസ്റ്റ് ആയപ്പോഴേക്കും ഫോൺ ചെറിയൊരു പണി തന്നു. ഫോണൊന്ന് സ്റ്റക്കായി, പിന്നെ ഓഫായി, അങ്ങനെയൊക്കെ പണി തന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്താണ്. ഇതാണ് അവർ നെയ്ത്ത മുണ്ട് കേട്ടോ. അതിനാവശ്യമായ നൂലാണ് ഇത് ഈ കാണുന്നത് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റിൽ നമുക്കൊരു ഫുഡ് കോർട്ട് കിട്ടി. അവിടെ നല്ല ചൂട് ഉണ്ണിയപ്പവും വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചൂടുള്ള കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ തണുത്ത് വല്ലതും കഴിക്കണം എന്നായിരുന്നു കേട്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ എക്സിബിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 27-ാം തീയതിയാണ്. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഭയങ്കര വെയിലാണ്. അപ്പൊ അടുത്ത വിഷയമായിട്ട് വരാം.